വാർത്തയിലേക്ക്. മാസപ്പടി കേസിൽ ടി വീണയ്ക്ക് പുറകെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള വമ്പന്മാരിലേക്ക് അന്വേഷണം നീട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണയുടെ എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടിൽ ഒതുങ്ങി നിൽക്കാതെ CMRL പ്രമുഖ വ്യക്തികളും സ്ഥാപനങ്ങളുമായി നടത്തിയ ഇടപാടുകൾ സംബന്ധിച്ചുള്ള ഉദ്യോഗസ്ഥർ നൽകിയ മൊഴികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ED ശ്രമിക്കുന്നത്. അബ്ദുൽ നാസർ വിവരങ്ങൾ നൽകും. അബ്ദുൽ നാസർ, CMRL ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ഒരു ഡയറി കണ്ടെത്തിയിരുന്നു. ആ ഡയറിയിലാണ് സംഭാവന നൽകിയവരുടെ കുറേയേറെ പേരുടെ പേരുകളൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ ഭരണ പ്രതിപക്ഷത്തു നിന്നുള്ള നേതാക്കളുടെ പേരുകളുണ്ട്. അപ്പോൾ അതിലേക്കുൾപ്പെടെ അന്വേഷണത്തിലേക്ക് പോവുകയാണോ ED? അതേ ദിവ്യ, അന്വേഷണം CMRL മാസപ്പടി കേസിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അത് പിണറായിയിലേക്കും മറ്റ് ഇപ്പോൾ ഭരണപക്ഷത്തുള്ള നേതാക്കളിലേക്കും എല്ലാം മാറ്റുക, ഒരു ഗതി മാറി സഞ്ചരിക്കുന്ന രീതിയിലേക്ക് ED കടക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ ദിവസം ഏതാണ്ട് 10 മണിക്കൂറോളമാണ് വീണയെ ED ചോദ്യം ചെയ്തത്. ആദ്യഘട്ട ചോദ്യം ചെയ്യലും ഒരു 80 മണിക്കൂറോളം നീണ്ടുവെങ്കിലും അതിൽ കാര്യമായും ചോദിച്ചത് CMRLും എക്സാലോജിക്കുമായുള്ള ഇടപാടുകളെ സംബന്ധിച്ച് മാത്രമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് വീണയോട് പിണറായി വിജയനെ ബന്ധിപ്പിക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങൾ കൂടി ED മുന്നോട്ട് വെക്കുന്നത്. കാരണം ആ സമയത്ത് ഈ ഇടപാട് നടക്കുന്ന സമയത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഈ കരിമണൽ കമ്പനിയുമായുള്ള ബന്ധം എന്താണ് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളും ഈ ഘട്ടത്തിലാണ് ഉയരുന്നത്. മാത്രമല്ല, ഈ ഘട്ടത്തിൽ സമൻസ് 6ഓളം പേർക്ക് സമൻസിന് ഹാജരായത് CMRLന്റെ 6ഓളം ഉദ്യോഗസ്ഥരാണ്. ഇവരുടെ മൊഴികളിൽ നിന്നും ഇവരും വ്യക്തമാക്കിയതനുസരിച്ചാണ് ED ഇപ്പോൾ ഇങ്ങനെ ഒരു മൂവിലേക്ക് നീങ്ങുന്നത്. കാരണം ഇത്തരം ഒരു ഇടപാടിൽ മാത്രമല്ല, ഞങ്ങൾക്ക് ബിസിനസിന്റെ ഭാഗമായി ഒട്ടനവധി പേർക്ക് ഞങ്ങൾക്ക് ഇതുപോലെ ഫേവർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇടപാടുകൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ് EDയെ ഈ രീതിയിലേക്ക് കൂടി കടക്കാം, അന്വേഷണം ഈ രീതിയിലേക്ക് കൂടി വ്യാപിപ്പിക്കാം എന്നുള്ള ഒരു തലത്തിലേക്ക് എത്തിക്കുന്നത്. അതേസമയം ഇത് നേരിട്ട്, അതായത് കേസിൽ CMRL എക്സാലോജിക് കേസിൽ പ്രതിപ്പട്ടികയിലുള്ളത് CMRLന്റെയും വീണയും മാത്രം ഉൾപ്പെടുന്ന, CMRLന്റെ ഉദ്യോഗസ്ഥരും വീണയും മാത്രം ഉൾപ്പെടുന്ന ഒരു പ്രതിപ്പട്ടികയാണ് ഉള്ളത്. എന്നാൽ ഇതിലേക്ക് കൂടുതൽ പേരെ ഉൾക്കൊള്ളിക്കുക അല്ലെങ്കിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് EDയെ സംബന്ധിച്ച് സാധ്യമല്ല ഈ ഒരു ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ഇവരുടെ എല്ലാം മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു ഏജൻസിക്ക് ഇത്തരത്തിലൊരു അന്വേഷണത്തിന്റെ ആംഗിൾ കൂടി റെഫർ ചെയ്തുകൊണ്ട് അവരെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് EDക്ക് എൻ്റർ ചെയ്യാമെന്നുള്ള ഒരു തരത്തിലുള്ള ഒരു രീതിയിലേക്കും ED കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ED ഈ ഒരു CMRL എക്സാലോജിക്കിൽ മാത്രം അല്ലെങ്കിൽ മാസപ്പടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്നുള്ളതിന്റെ പ്രധാന സൂചനകൾ തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ നിന്നും വ്യക്തമാകുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ദിവ്യ. അതാണ് CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ ഒതുക്കാതെ അന്വേഷണം വിപുലമാക്കാനാണ് EDയുടെ നീക്കം. അബ്ദുൽ നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്.